നമസ്കാരം, ഗ്രാസ് ടു മാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എൻജിൻ്റെ റെസ്പോൺസ്, പുതിയ എൻജിൻ കൊള്ളാം, റിഫൈൻഡ് ആണ്, ലൈക്ക് ഇറ്റ്. ഈ വർഷം ആദ്യം മുതൽക്ക് തന്നെ ഇപ്പോൾ വരും എന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. കോവിഡ് കാരണം അവൻ്റെ വരവങ്ങ് നീണ്ടു പോയി. ആ കാലയളവിലാണെങ്കിൽ ഇഷ്ടംപോലെ കോമ്പറ്റീറ്റേഴ്സും മാർക്കറ്റിലേക്ക് വന്നു. ഇവർക്കെല്ലാവർക്കുമുള്ള മറുപടിയായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ആരാധകരുടെ ആ പ്രതീക്ഷ, ആ വണ്ടി വന്നു, റോയൽ എൻഫീൽഡ് മെറ്റിയോർ 350. ഇന്ന് നമ്മൾ ഈ മീറ്റിയോറിൻ്റെ ഒരു വാൽക്ക് അറൗണ്ട് റിവ്യൂ ആണ് കംപ്ലീറ്റ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. വണ്ടി കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നമുക്ക് കുറച്ചുകൂടെ ഇവനെ അടുത്തറിയാം. ഓരോ ഭാഗങ്ങളും എഞ്ചിനും എല്ലാ സ്പെക്കും നമുക്ക് നോക്കാം. ബാപ്പൂർ മെറ്റിയോറിന് 3 വേരിയൻ്റാണ് ഉള്ളത്: ഫയർബോൾ, സ്റ്റെല്ലാർ, സൂപ്പർനോവ. അപ്പോൾ ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ് ഫയർബോൾ, ഏറ്റവും കൂടിയതാണ് സൂപ്പർനോവ. നിങ്ങൾ ഈ കാണുന്നത് സൂപ്പർനോവ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് ഫയർബോൾ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കണ്ടു തുടങ്ങാം. ആദ്യമേ നമ്മുടെ ശ്രദ്ധ പോകുന്നത് ഈ ക്രോമിയം മിറേഴ്സിലേക്കും, ക്രോമിയം പ്ലേറ്റിങ്ങുള്ള മിറേഴ്സിലേക്കും ഈ വിൻഷീൽഡിലേക്കും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നല്ല ഹൈറ്റുള്ള വിൻഷീൽഡാണ് വന്നിരിക്കുന്നത്. ഈ റേഞ്ചിൽ ഇവിടെ ഇന്ത്യയിൽ നമ്മൾ ഇത്രയും ഹൈറ്റുള്ള വിൻഷീൽഡ് സാധാരണ വണ്ടിക്കൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ കേസ് പറയാം. ഹെഡ് ലാമ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു വിൻറ്റേജ് ലുക്കുള്ള ഹാലജൻ ഹെഡ് ലാമ്പാണ്. പക്ഷേ ഇതിന് ചുറ്റും കൊടുത്തിരിക്കുന്ന LED റിങ്, LED DRL, അത് പുതിയതാണ്, വളരെ അട്രാക്റ്റീവാണ്. കൂടെ പഴയ ബുള്ളറ്റിന് തന്നെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന അതുപോലത്തെ ഇൻഡിക്കേറ്റേഴ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ വീലിൻ്റെ കാര്യം പറയാം. നിങ്ങൾ ഈ കാണുന്ന അലോയ് വീല് ഏകദേശം ഒരു ഡയമണ്ട് കട്ട കൊടുത്തിരിക്കുന്ന, ഒരു ഡയമണ്ട് ഷെയ്ഡ് ഇവിടെ കൊടുത്തിരിക്കുന്ന അലോയ് വീലാണ്. ഇത് ഏറ്റവും കൂടിയ സൂപ്പർനോവ എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നോക്കിക്കോളൂ, ഇതൊരു 19 ഇഞ്ച് സൈസുള്ള ടയറാണ്. 19 ഇഞ്ച് സൈസുള്ള ടയറാണ്. അത്യാവശ്യം സ്റ്റേഡി ആയിട്ടുള്ളൊരു ടയർ. ഹൃദയഭാഗമായ എഞ്ചിനിലേക്ക് വരാം. 10-15 വർഷമായിട്ട് റോയൽ എൻഫീൽഡ് ഫോളോ ചെയ്തിരുന്ന UC എഞ്ചിനിൽ നിന്ന് മാറിയിട്ട് ഒരു ബാലൻസ്ഡ് ഷാഫ്റ്റ്, സിംഗിൾ ഓവർഹെഡ് ക്യാമ്പ് എഞ്ചിൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ എഞ്ചിനാണ് റോയൽ എൻഫീൽഡ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 349 cc, 20.2 bhp, 6100 RPM നൽകുന്ന, 27 Nm ടോർക്ക്, 4000 RPM നൽകുന്ന ഒരു കരുത്തുറ്റ എഞ്ചിനാണ്, പുതിയ എഞ്ചിനാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എയർ കൂൾഡ് എഞ്ചിനാണെന്ന് ഇതിൻ്റെ സെറ്റപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിലും ഓയിൽ കൂളിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ കൂളിൻ്റെ അതിനുള്ള സെറ്റിംഗ് ഇവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ ഇതിനകത്ത് ഓയിൽ കൂളിംഗ് കപ്പാസിറ്റി കൂടെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ്റെ ഓവർ ഹീറ്റ് ആവുന്ന ആ ഒരു പ്രോബ്ലം തീർച്ചയായിട്ടും ഇവിടെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് ഇത് ഇങ്ങനെയാണ്. ഇനി ഇവിടെ കാണുന്ന ഈ ക്രോമിയം പ്ലേറ്റിംഗ് ഒക്കെ സൂപ്പർനോവയുടെ പ്രത്യേകതയാണ് കേട്ടോ. സൂപ്പർനോവ വേരിയൻറ്റിനും സ്റ്റെല്ലാറിനും, ഇത് ഫയർബോളിനില്ല, ഈ EFI പാർട്ട് കൊടുത്തേക്കുന്ന ഈ ക്രോമിയം പ്ലേറ്റിംഗ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഈ ടാങ്ക്, ഇതൊരു ടിയർ ഡ്രോപ്പ് ഡിസൈൻ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. 15 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ്. ഈ ബാഡ്ജിങ്, റോയൽ എൻഫീൽഡിൻ്റെ ഈ ബാഡ്ജിങ് സൂപ്പർനോവയ്ക്ക് സ്വന്തമാണ്. ഫയർബോളിലാണെങ്കിൽ ക്രോമിയം ഒന്നുമില്ലാത്ത ഒരു ബ്ലാക്ക് ലേബലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ആ ബാഡ്ജിങ് നിങ്ങളെ കാണിച്ചു തരാം. അത് ഫയർബോളിന്, ഇത് സൂപ്പർനോവയുടെ ബാഡ്ജിങ് ആണ് കാണുന്നത്. പിന്നെ ഇവിടെ ഗിയറിൻ്റെ ലിവറിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഗിയർ പെഡൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ ഫുഡ് റെസ്റ്റിൻ്റെ കാര്യം കുറച്ച് വ്യത്യാസം ഡിസൈനിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ല ഡിസൈനാണ്. അപ്പോൾ പുതിയ ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുള്ള, കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പഴയ പോലെ സൗണ്ടൊക്കെ കേൾക്കാതെ നമുക്ക് ഗിയർ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇനി ക്ലച്ചിൻ്റെ കേസ് കൂടെ പറയേണ്ടതാണ്. ഗിയർ ബോക്സ് പറയുമ്പോൾ ക്ലച്ച് പറഞ്ഞാലേ ശരിയാവില്ലല്ലോ. സ്ലിപ്പർ ക്ലച്ച് അല്ലെങ്കിലും ഏറെ വ്യത്യാസം വന്നിരിക്കുന്ന ഒരു ക്ലച്ച്, പുതിയ ക്ലച്ച് ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗിയർ മാറുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആണെന്നാണ് നമുക്ക് കിട്ടിയ റിവ്യൂസ്. ഓടിച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് അറിയാൻ പറ്റും. സോ
പുതിയ ഗിയർ ബോക്സ്, പുതിയ ക്ലച്ച്, അത് നമ്മൾ എന്തായാലും റൈഡ് ചെയ്യുമ്പോഴത്തേനും പറയാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളവിടെ ടാങ്കിൽ കണ്ടത് ഒരു മെറ്റാലിക് ബാഡ്ജിങ് ആയിരുന്നു റോയൽ എൻഫീൽഡ് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുള്ള ബാഡ്ജിങ് ആണ് വന്നിരിക്കുന്നത്. Meteor 350 നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ വൈഡായിട്ടുള്ള സീറ്റും നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ സീറ്റിൽ പോയേക്കുന്ന ഈ ക്യാരക്ടർ ലൈൻസ് അല്ലെങ്കിൽ ഈ സ്റ്റിച്ചിങ് പോയേക്കുന്ന കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഈ വെറൈറ്റി കളറിൽ, അതായത് ഡ്യുവൽ കളറിൽ സ്റ്റിച്ചിങ് വരുന്നത് ഈ വേരിയൻറ്റിൽ മാത്രമാണ്. നമ്മൾ ഫ്രണ്ടിൽ കണ്ടത് 19 ഇഞ്ച് സൈസുള്ള വലിയ ടയറാണെങ്കിൽ, റേഡിയസ് കൂടിയ ടയറാണെങ്കിൽ, ഇവിടെ നമ്മൾ കാണുന്നത് 17 ഇഞ്ച് ടയറാണ്. അതേസമയം വീതിയേറിയ ടയറാണ്. കുറച്ചുകൂടെ ഒരു ടൂററായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റിയ, കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി നമുക്ക് തരുന്ന നല്ല ടയറാണ് ഇവിടെ റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക്, എല്ലാ വേരിയൻറ്റിലും ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് 300 mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ നൽകിയിരിക്കുന്നത് 270 mm ഡിസ്കുമാണ്. അപ്പോൾ ഈ ബാക്കിൽ 270 mm ഡിസ്ക് എന്ന് പറഞ്ഞാൽ സാമാന്യം വലിയ ഡിസ്ക്കാണ്. ഇതിന് മുമ്പിട്ട് നമ്മുടെ ഹിമാലയയിലും ഇൻ്റർസെപ്റ്ററിലൊക്കെ ഇതിനേക്കാളും ചെറിയ ഡിസ്ക്കായിരുന്നു ബാക്കിൽ RE കൊടുത്തിരിക്കുന്നത്. ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല ബ്രേക്കിംഗ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. മെറ്റിയോറിൻ്റെ ലെങ്ത് 2140 mm ആണ്. വീൽ ബേസ് ലെങ്ത് വരുന്നത് 1400 mm. ഇനി ഹൈറ്റിലേക്ക് 2140 mm ഹൈറ്റ് വണ്ടിക്ക് മൊത്തം പറയുന്നുണ്ട്. അതേസമയം 765 mm ഹൈറ്റാണ് സീറ്റിൻ്റെ കേസിൽ പറയുന്നത്. സീറ്റ് അത്യാവശ്യം ലോ ആണ്. കുറച്ചുകൂടെ ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സീറ്റ് ഹൈറ്റാണ് ഇവിടെ RE കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് പറയേണ്ട കാര്യമുണ്ട്. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും എന്തായാലും RE ഇതിന് നൽകിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഇനി വേറെ 1-2 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ സൈഡിൽ നിങ്ങളെ കാണിച്ചു തരാനുള്ള കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മുടെ ഈ ബ്രേക്ക് പെഡൽ കണ്ടോ, ഇതുവരെ കൊടുത്തിരിക്കുന്ന ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രേക്ക് പെഡലിൽ നിന്ന് കംപ്ലീറ്റ് ഇതിനകത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്കൊരു താഴെ നിന്ന് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് അല്ല ഇവിടെ ശരിക്കും ഈ പെഡലിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. ഇത് നമ്മൾ എങ്ങനെ സഹായിക്കുന്നു വെച്ചാൽ, കോർണർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബാക്ക് ബ്രേക്ക് ചെയ്യാൻ കോർണർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബാക്ക് ബ്രേക്ക്, പഴയ REയുടെ വണ്ടികൾക്ക് നമ്മൾ ബാക്ക് ബ്രേക്ക് എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത്യാവശ്യം ലൂസാണ്, ടൈറ്റ് അല്ലെങ്കിൽ താഴെ ഇങ്ങനെ പോയിരുന്ന ആ പഴയ ലിവർ ഉരയാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇമ്പാക്റ്റ് ഒഴിവാക്കാനായിട്ട് ഡിസൈനിൽ നല്ല മാറ്റം ഇവിടെ വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ടുള്ള ഫുഡ് പെഡൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രോമിയം ഫിനിഷുള്ള നല്ലൊരു സൈലൻസർ. ഒരു കാറ്റലിസ്റ്റിക് കൺവെർട്ടർ ഇവിടെയൊക്കെ പഴയ വണ്ടിയിൽ മുഴച്ച് നിന്നിരുന്നു നമുക്ക് കാണാനില്ല. അതൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സൈലൻസർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്രോമിയം ഫിനിഷ് ഈ വേരിയൻറ്റിനേ ഉള്ളൂ. ഫയർബോൾ വേരിയൻറ്റിനൊക്കെ അത് ബ്ലാക്ക് ആയിരിക്കും. പുതിയ ഒരു J1T പ്ലാറ്റ്ഫോം ഇവിടെ മെറ്റിയോറിൽ RE ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സിംഗിൾ പൈപ്പ് സ്ട്രക്ചറിൽ നിന്ന് വ്യത്യാസം വന്ന് ഇവിടെ ഒരു ട്വിൻ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 പൈപ്പിൻ്റെ ഇടയിലായിട്ട് എൻജിൻ സേഫ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് മെച്ചപ്പെട്ട കോർണറിങ്ങും കൂടുതൽ സ്റ്റെബിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം RE വരുത്തിയിരിക്കുന്നത്. അതെന്തായാലും സ്വാഗതാർഹമാണ്. കുറച്ചുകൂടെ വൈബ്രേഷൻ കുറയ്ക്കാനും ഈ സ്ട്രക്ചർ സഹായിക്കും എന്നുള്ളത് സത്യമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ്. മെറ്റിയോറിലെ സൂപ്പർനോവ വേരിയൻറ്റിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഈ ബാക്ക് റെസ്റ്റ്. ഈ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ്ങുള്ള ഈ കിഡിലൻ ബാക്ക് റെസ്റ്റ് വളരെ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ടൂറിങ്ങിനൊക്കെ ആണെങ്കിൽ ബാക്കിലെ പില്യൺ റൈഡറിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണിത്. ഗ്രാബ് റെയിൽ മാത്രമാണ് ബാക്കിയുള്ള വേരിയൻറ്റിലുള്ളത്. ഇതിനകത്ത് ശരിക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ പറയുന്ന ബാക്ക് റെസ്റ്റും ഉണ്ട്. പിന്നെ താഴെ ഒരു വിൻറ്റേജ് ലുക്ക്, പക്കാ വിൻറ്റേജ് ലുക്ക് തരുന്ന ഒരു ടെയിൽ ലാമ്പാണ് ഇതിനുള്ളത്. ഇതിനകത്തൊരു LED റിങ്ങും ഉണ്ട്. അത് നമുക്ക് ബ്രേക്കിങ്ങിലൊക്കെ ശരിക്കും മനസ്സിലാവുന്നത് കൂടിയാണ്. ഇതാണ് ബാക്കിലെ വ്യൂ. ഇനി നമുക്ക് മേളിൽ നല്ല ടോപ്പ് വ്യൂ എന്താണെന്ന് നോക്കാം. ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്ററാണ് Meteor 350 നമുക്ക് കിട്ടുന്നത്. ഹാൻഡ്ലിംഗ് കുറച്ചുകൂടെ ഈസി ആണെന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ സ്വിച്ചസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ പോരെ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ റോട്ടർ ടൈപ്പ് സ്വിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് അല്ല ഇത്. ഇതിപ്പോൾ എഞ്ചിൻ ഓഫാണ്, ഓണാണ്. സ്റ്റാർട്ടാക്കണമെങ്കിൽ ഇത്രേ ഉള്ളൂ, വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള സ്വിച്ചൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു റെട്രോ ടൈപ്പ് സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് വണ്ടി ഓഫായി. ഈ കാണുന്ന ഹാസാർഡ് ലൈറ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ചാണ്. ഹാസാർഡ് ലൈറ്റ് ഓൺ ഓഫ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഒരു റൗട്ടർ സ്വിച്ചാണ് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീമും ലോ ബീമും നമുക്ക് നൽകിയിരിക്കുന്നത്. ഹൈ ബീമിനും ലോ ബീമിനും ഇതേപോലെ തന്നെ റൗട്ടർ സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഇത് പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓണാണ്. ഓണിൻ്റെ സൗണ്ട് ഇങ്ങനെയായിരിക്കും. സാമാന്യം നല്ല സൗണ്ടില്ല, നല്ല വോളിയമുള്ള ഓണാണ്. ഇത്രേ ഉള്ളൂ. ഇനി ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ നിങ്ങൾ നോക്കിക്കൊള്ളുക. പഴയ തണ്ടർബേർഡിന് ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടും ഏകദേശം ഒരേ റൗണ്ട് ഷേപ്പിൽ ഒരേ ഡയമീറ്ററിലുള്ള 2 ഡയലുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് എസിമെട്രിക്കലായിട്ട് ഇവിടെ ഒരു സെമി ഡിജിറ്റൽ കൺസോളാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സ്പീഡോമീറ്റർ ഉണ്ട്. സ്പീഡോമീറ്ററിന് ശേഷം ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇതിനകത്തുണ്ട്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഫാക്ടറായിട്ടുള്ള ഫ്യൂവൽ ഗേജ് ഉണ്ട്. ഇവിടെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഇവിടെ ഒരു കുട്ടി മീറ്റർ കാണുന്നത്, ഇതിനകത്ത് സമയം കാണുന്നുണ്ട്. ഇതല്ലാതെ ട്രിപ്പർ നാവിഗേഷൻ, പുതിയ ആറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫീച്ചർ ആയിട്ടുള്ള ട്രിപ്പർ നാവിഗേഷൻ, ഇതിനകത്താണ് നമ്മൾ കർവ് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്നൊക്കെ കാണുന്നത് ഇതിനകത്താണ്. ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ആറിയുടെ ആപ്പ് ഉണ്ട്. ആറിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബ്ലൂടൂത്ത് വെച്ചിട്ട് ഈ കൺസോളുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ഇവിടെ നാവിഗേഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ അതും പറയേണ്ട തന്നെ ഒരു ഫാക്ടറാണ്. ഇനി താക്കോലിൻ്റെ ഡിസൈനിലോ കീയിലോ ഒന്നും വലിയ മാറ്റം വന്നിട്ടില്ല. കാര്യമായ മാറ്റം കീയുടെ ഡിസൈനിൽ വന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതാണ് വണ്ടിയുടെ കീ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ലോഞ്ചിന് ക്ഷണിച്ചത് വെളിയത്ത് മോട്ടോഴ്സാണ്. വെളിയത്ത് മോട്ടോഴ്സിന് ധാരാളം ബ്രാഞ്ചുണ്ട്. നമ്മളിന്ന് പാലാ ബ്രാഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ സെയിൽസ് ഹെഡ് ആയിട്ടുള്ള ഉണ്ണിച്ചേട്ടനെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് ഒന്ന് വിളിക്കാം. ഉണ്ണിച്ചേട്ടാ നന്ദി. അപ്പോൾ കുറച്ച് വിലയെക്കുറിച്ചും ഇതിൻ്റെ കളറിനെ കുറിച്ചൊക്കെ അറിയാനുണ്ട്. ഇത് ക്യാമറ നോക്കി പറഞ്ഞോ, ഇതിൻ്റെ വില എങ്ങനെയാണ്? ഓക്കെ, ഇതിപ്പം ഇന്നാണ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത്. നമ്മുടെ പ്രൈസ് ഡീറ്റെയിൽസ് ഒരു 12 മണി ആയപ്പോഴാണ് നമുക്ക് കിട്ടിയത്. ശരി, ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ് എന്തായിരിക്കും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പ്രൈസ് ഞാൻ പറയാം. പ്രൈസ് എക്സ്ഷോറൂം പ്രൈസ് ഏറ്റവും ബേസ് മോഡൽ, എൻട്രി മോഡലായിട്ടുള്ള ഫയർബാൾ എന്ന് പറയുന്ന മോഡലാണ്. അതായത് നമ്മുടെ ഈ വണ്ടി. അതെ, ഈ വണ്ടി ഇതിന് 1,77,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഓക്കെ, അതിൻ്റെ കൂടെ പിന്നെ ടാക്സും ഇൻഷുറൻസും എല്ലാം ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 2,07,000 രൂപയ്ക്ക് വണ്ടി ഓൺ റോഡ് നമുക്ക് കിട്ടും. അതിലേക്ക് വരുമ്പോൾ സ്റ്റെല്ലാറിലേക്ക് വരുമ്പോഴത്തേക്ക് 1,82,000 എക്സ്ഷോറൂം പ്രൈസ്. 1,82,000. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 2,13,000 റേഞ്ചിൽ നമുക്ക് കിട്ടും. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ്, അതെ സൂപ്പർ നോവ, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് 1,91,000 രൂപയാണ്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2,24,000 രൂപ. ശരി, അത് ആ ഒരു സെഗ്മെന്റ് ഇതിലാണ്, പ്രൈസ് റേഞ്ചിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് ഇപ്പോൾ കമ്പനി ARI അപ്രൂവൽ മൈലേജ് എന്ന് പറയുന്നത് 36.6 ആണ്. ഇത് എത്ര നാൾ ബുക്ക് ചെയ്താൽ എത്ര നാൾ എടുക്കുമായിരിക്കും വണ്ടി കിട്ടാൻ? എല്ലാവരും ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഇത് ഇന്നാണ് ലോഞ്ച്. കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത് പാൻ ഇന്ത്യ ആദ്യത്തെ 5,000 ബുക്കിംഗ്സ് വിത്തിൻ 30 ഡേയ്സ് ഡെലിവറി ചെയ്യും. അപ്പോൾ ഇന്ന് വെളിയത്ത് മോട്ടോഴ്സ് നിന്നാണ് നമുക്ക് വണ്ടി റൈഡ് ചെയ്യാനായിട്ട് കിട്ടിയേക്കുന്നത്. വണ്ടി എടുത്ത് നമ്മളൊന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. ആദ്യത്തെ റൈഡ് ഇംപ്രഷനാണ്. നാവിഗേഷൻ പക്ക വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് നാവിഗേഷൻ എങ്ങനെ വർക്ക് ആവുന്നത്, ഞാൻ ഫോൺ ഇത് നമ്മുടെ ബ്ലൂടൂത്ത് വെച്ച് ലിങ്ക് ചെയ്തിട്ട് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ഡെസ്റ്റിനേഷനൊക്കെ കൊടുത്തിട്ടായിരുന്നു. പക്ക അത് കാണിക്കുന്നുണ്ട്. സംഭവം സെറ്റാണ്. നാവിഗേഷൻ എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചർ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇതിൻ്റെ ക്ലച്ച് ലൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വണ്ടിയൊക്കെ ഓടിക്കുന്നത് വെച്ച് നോക്കുമ്പോഴത്തേനും ക്ലച്ചിന് നല്ല വ്യത്യാസമുണ്ട്. ഓടിക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലച്ച് ബെറ്റർ ആയിട്ടുണ്ട്, ട്രാൻസ്മിഷനും ബെറ്റർ ആയിട്ടുണ്ട്. പഴയ ആ ഒരു നേരത്തെ ഗിയർ ഇടുമ്പോൾ ഒരു നല്ല സൗണ്ട് ഉണ്ടായിരുന്നല്ലോ, ആ സൗണ്ടിലൊക്കെ കുറവ് വന്നിട്ടുണ്ട്. സോ ബെറ്ററാണ്. ഒരു ടൂറിംഗ് ബൈക്കിൻ്റെ എല്ലാ ഗുണങ്ങളും ഏകദേശം ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ ഓടിച്ചു നോക്കുമ്പോഴത്തേനും പക്ക ഒരു ടൂറായിട്ടാണ് തോന്നുന്നത്. നല്ല അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ബ്രേക്കിംഗ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൺട്രോൾ എന്തായാലും ഒന്നും പറയാനില്ല, വണ്ടി കൊള്ളാം. നല്ല റൈഡിംഗ് പൊസിഷനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ശരിക്കും ഒരു ടൂറർ എന്ന രീതിയിൽ പരിഗണിക്കേണ്ട ഒരു ബൈക്കാണ്. നമുക്ക് ലോങ് ട്രിപ്പ് പോകാനൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ട് വരുന്നൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വിൻഷീൽഡ് അത്യാവശ്യം ടൂറിങ്ങിന് ഉദ്ദേശിച്ച് തന്നെ അവർ ഈ വേരിയൻറ്റിൽ, സൂപ്പർനോവ വേരിയൻറ്റിൽ ആഡ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. പഴയ ആ തമ്പി സൗണ്ട് നേരത്തെ ഉണ്ടായിരുന്ന നല്ല ബേസ് ഉണ്ടായിരുന്ന ആ സൗണ്ടിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള
ഒരു സൗണ്ടാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഇത് എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ നേരത്തെ സ്റ്റോക്ക് എക്സോസ്റ്റ്, പഴയ വണ്ടിയുടെ സ്റ്റോക്ക് എക്സോസ്റ്റ് മാറ്റിയിട്ട് നല്ല സൗണ്ടിന് വേണ്ടി വേറെ എക്സോസ്റ്റൊക്കെ മാറ്റി വെച്ചവർ അതുപോലെ ഒരു സൗണ്ടൊക്കെ ഇതിൽ നിന്ന് പ്രതീക്ഷയായിരുന്നെങ്കിൽ അത് അവരെ നിരാശപ്പെടുത്തും. ഇതൊരു ക്രൂയിസർ ബൈക്ക് ആണെങ്കിൽ കൂടി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു അവഞ്ചർ തണ്ടർബേർഡ് കോമ്പിനേഷനൊക്കെ പോലെ പലർക്കും തോന്നിയേക്കാം. അപ്പോൾ എല്ലാവരും ക്രൂയിസറിന് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ സിറ്റി ട്രാഫിക്കിലൂടെ ഇത് കൊണ്ടുപോകാനുള്ള ഒരു ഈസിനെസ്സിനെ കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു. സിറ്റി ട്രാഫിക്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഈസി ആയിട്ട് ഈ വണ്ടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാല് ബാക്കിലേക്ക് മടക്കി വെക്കാതെ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നിവർത്തി വെച്ച് നിവർന്നിരുന്ന് ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഫീലാണ്. സോ നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ വണ്ടി എടുക്കുക, നേരെ വിട്ടോളൂ മണാലിക്കോ എങ്ങോട്ടാന്ന് വെച്ചാൽ. ഒന്ന് ഈ റൈഡിങ് പൊസിഷൻ അത് പക്കാണ്. പിന്നെ എൻജിൻ്റെ റെസ്പോൺസ്, പുതിയ എൻജിൻ കൊള്ളാം, റിഫൈൻഡ് ആണ്, ഐ ലൈക്ക് ഇറ്റ്. നൈസ്, നല്ല റെസ്പോൺസ്, എൻജിൻ്റെ നല്ല റെസ്പോൺസ്. കോർണർ ചെയ്ത് നമുക്ക് നോക്കാം. പോലീസ് പെട്ടോ, വാവ്, കോർണറിങ് ബെറ്റർ. പുതിയ പ്ലാറ്റ്ഫോം ഒക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു കോർണർ ചെയ്യാൻ ശരിക്കും പറ്റുന്നുണ്ട്. നമുക്ക് നല്ല കോൺഫിഡൻസോടെ കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ഇത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞിട്ടൊരു ഹൈവേ ക്രൂയിസർ പക്ക അങ്ങനെയുണ്ട്. ഒരു ടൂറിങ് ബൈക്കാണ്. ആ നിലയിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇംപ്രഷൻ വളരെ നല്ലതാണ്. അങ്ങനെ ചെറിയൊരു റൈഡ് കഴിഞ്ഞിട്ട് ദൂരമൊന്നും പോയില്ല കേട്ടോ, കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു നോക്കിയെന്നുള്ളൂ. അപ്പോൾ ഇത്ര നേരം ഓടിച്ചു വെച്ചിട്ടുള്ള എൻ്റെ ഇമ്പ്രഷൻ പറയുകയാണെങ്കിൽ, ഒന്ന്, ഇതിൻ്റെ റൈഡിങ് പോസ്ചർ ഭയങ്കര രസമാണ്. നമുക്ക് നേരെ നിവർന്നിരുന്നിട്ട് ഈസി ആയിട്ട് ഓടിക്കാം. പിന്നെ ഇത് നമ്മളിപ്പോൾ ഒരു ചെറിയ എന്താ പറയുക, എവിടെയെങ്കിലും പാർക്കിങ്ങിലൊക്കെ വെച്ചിട്ട് വണ്ടി തിരിക്കാനോ അല്ലെങ്കിൽ ചെറിയ പാർക്കിങ്ങിലൊക്കെ കയറ്റി ഒതുക്കി വെക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഉള്ള വണ്ടികൾക്കൊന്നും ഈ പറയുന്ന ഒത്തിരി ഫ്രീ അല്ലല്ലോ ഹാൻഡിൽ. ഇത് അപാര ഫ്രീ ആണ്, ഓട്ടം കറക്കി നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറാണ്, അതെനിക്ക് തോന്നിയായിരുന്നു. പിന്നെ എൻജിൻ്റെ റിഫൈൻമെൻറ്റ് ഓടിക്കുമ്പോൾ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. കൈ കൊടുക്കുമ്പോൾ നമുക്ക് റെസ്പോൺസ് അതുപോലെ കിട്ടുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യാനും അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്. ഇപ്പോൾ വൈബ്രേഷൻ കുറേ ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സിൽ പോകുന്നുണ്ടായിരിക്കും. നല്ല മാറ്റമുണ്ട്. നമ്മൾ കൈ കൊടുക്കുമ്പോൾ പറയാം, ഓടിക്കുമ്പോൾ പറയാം, അധികം നമ്മുടെ ബോഡിയിലേക്ക് അങ്ങനെ വൈബ്രേഷൻ ഒന്നും വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മെച്ചപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്നേ പറയത്തുള്ളൂ. പിന്നെ ബ്രേക്കിംഗ് അത്യാവശ്യം ഡ്യുവൽ ചാനൽ ABS ആണ്, അറിയാമല്ലോ, നേരത്തെ വണ്ടികൾക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ബ്രേക്കിംഗ് കുഴപ്പമില്ല. കോർണർ ചെയ്യുമ്പം നല്ല കോൺഫിഡൻസ് നമുക്ക് കിട്ടും. കോർണർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അത് വണ്ടി നമ്മുടെ കൂടെ അങ്ങ് പോരുകയാണ്. അതെന്തായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും നമുക്ക് ഓടിക്കുമ്പം ആദ്യം തൊട്ട് കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു ടൂറർ ബൈക്ക്, നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റിയ വണ്ടിയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, നടുവിനൊന്നും വലിയ വിഷയമൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ദൂരങ്ങൾ താണ്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു 2 സെൻസറിൻ്റെ കാര്യം പറഞ്ഞേ മതിയാകത്തുള്ളൂ. ഒന്ന്, നമുക്കറിയാവുന്ന പോലെ സൈഡ് സ്റ്റാൻഡ് മാറ്റിയാലാണ് നമുക്ക് വണ്ടി മൂവ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവുകയില്ല. ന്യൂട്രലാണ് സ്റ്റാർട്ട് ആവുമായിരിക്കും, പക്ഷേ മൂവ് ചെയ്യിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ റോൾ ഓവർ സെൻസർ എന്ന് പറഞ്ഞ സെൻസർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ശരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ കട്ടാവാതെ വീണ്ടും വണ്ടി കുറച്ചുകൂടെ ട്രാവൽ ചെയ്തിട്ട് അങ്ങനെ കുറച്ചുകൂടെ എന്താ പറയുക, നമ്മുടെ ഡാമേജ് കൂടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് റോൾ ഓവർ സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ അപ്പോൾ കില്ലാവും, എഞ്ചിൻ സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ പിന്നീടുള്ള ഡാമേജൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. നല്ലത് മാത്രമുള്ള കുറ്റങ്ങളൊന്നും ഇല്ലെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ചെറിയ ഷോർട്ട് റൈഡിൽ നിന്ന് കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. അതൊക്കെ പ്രോ റൈഡേഴ്സേ കണ്ടുപിടിക്കത്തുള്ളൂ. അപ്പോൾ വലിയ ലോങ് റൈഡുകൾക്ക് ശേഷമുള്ള അവരുടെ റിവ്യൂസ് നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയ ഇംപ്രഷൻസ് ഒക്കെ ഏകദേശം ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം ഗ്രാസ്മ.